UDF നേരത്തെ പ്രതിപക്ഷത്തിരുന്ന സമയത്ത് ആവശ്യപ്പെട്ട വിഷയം അതൊന്നുകൂടി മുഖ്യമന്ത്രി നിയോഗിച്ച PM ശ്രീ പദ്ധതിയിലെ ഉപസമിതിയെ ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ് മലപ്പുറം നിയോജകമണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ഈ കത്തയക്കലിലൂടെ ചെയ്തിട്ടുള്ളത്. ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. CM ഇതുവരെ പറഞ്ഞത് 4 മന്ത്രിമാർ ഉൾക്കൊള്ളുന്ന ഉപസമിതിയെ വെച്ച് ഈ വിഷയം പഠിക്കുമെന്നുള്ളതും പഠിച്ചതിന് ശേഷം തീരുമാനമെന്നുള്ളതാണ്. ഈ ഒരു സർക്കാർ മാറി മറ്റൊരു സർക്കാർ വന്ന സമയത്തും ആ സർക്കാർ മാറിയതിന് ശേഷം ഫണ്ട് വന്നു എന്ന് പറയുന്നത് കൊണ്ടും ഇതിൻ്റെ ടെക്നിക്കൽ ഇഷ്യൂസ് പഠിക്കേണ്ടി വരും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. അതിനെക്കുറിച്ച് യൂത്ത് ലീഗ് എന്ന നിലക്കല്ല CM തന്നെ പ്രതികരിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ ടെക്നിക്കൽ ഇഷ്യൂസ് എന്നുള്ളത്. അത് പഠിച്ച് ഈ ഉപസമിതി ഒരു റിപ്പോർട്ട് സമർപ്പിക്കും. ആ ഉപസമിതിക്ക് മുമ്പിൽ അത് എങ്ങനെയുള്ള പഠനമാണെങ്കിലും നേരത്തെ UDFും മുസ്ലിം ലീഗ് പാർട്ടി എടുത്ത നിലപാടിൽ നിന്നും പിറകോട്ട് പോകരുത് എന്നുള്ള ഒരു അഡ്വൈസ് ആൻഡ് റിമെമ്പറിംഗ് ആണ് ഈ ഒരു കത്തിലൂടെ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ഉദ്ദേശിക്കുന്നത്. ഇതിൽ PM ശ്രീയിൽ ചില കാര്യങ്ങളിൽ ഇളവ് വേണം, അത് ഒഴിവാക്കണമെന്നാണ് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേന്ദ്രം അതിന് തയ്യാറായില്ല എങ്കിൽ എന്തായിരിക്കും അടുത്ത നീക്കം? ഈ ഉപസമിതിയുടെ റിപ്പോർട്ടിനനുസരിച്ച് UDF ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചായിരിക്കും മറ്റുള്ള നടപടികൾ. നേരത്തെ യൂത്ത് ലീഗും MSF ഒക്കെ PM ശ്രീ വിഷയത്തിൽ വലിയ സമരങ്ങളൊക്കെ നടത്തിയാണ്, വലിയ പ്രതിഷേധം നടത്തിയാണ്. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ മാറി. സർക്കാർ വന്നപ്പോൾ മാറ്റം വന്നു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ഉപസമിതിയെ വെച്ചിട്ടല്ലേ ഉള്ളൂ. ആ ഉപസമിതിയുടെ റിപ്പോർട്ട് വരട്ടെ, അതിനനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഉപസമിതി ഈ UDF നേരത്തെ എടുത്ത തീരുമാനങ്ങൾ സർക്കാർ ഈ നിയമസഭ തെരഞ്ഞെടുപ്പിനെ നേരിട്ട വിഷയങ്ങളിൽ മാറ്റം പാടില്ല എന്നുള്ളതാണ് യൂത്ത് ലീഗ് കത്തിലൂടെ ആവശ്യപ്പെടുന്നത്. യൂത്ത് ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇത് മുസ്ലിം ലീഗ് നേതൃത്വത്തെ വിഷയം അറിയിച്ചിട്ടുണ്ടോ? സംഘടനാപരമായിട്ട് സ്വാഭാവികമായിട്ട് അറിയിക്കേണ്ട ഒരു വിഷയമില്ല. ഇതുവരെ മുസ്ലിം ലീഗ് പാർട്ടിയോ UDFോ ഇതിൽ ഔദ്യോഗികമായിട്ടുള്ള നിലപാട് അല്ലെങ്കിൽ PM ശ്രീ പദ്ധതി തിരുത്തി എന്നുള്ള നിലപാട് എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും നിങ്ങൾ ചെയ്യണം എന്നുള്ള അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. പൂർണ്ണമായിട്ടും ഇത് മൊത്തത്തിൽ PM ശ്രീയുമായിട്ട് മുന്നോട്ട് പോകുക എന്നൊരു പ്രതീതിയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. അത് സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് തോന്നുന്ന ഒരു പ്രതീതി മാത്രമാണ്. തീരുമാനം ഈ ഉപസമിതിയും അതോടൊപ്പം തന്നെ CMഉം പ്രഖ്യാപിക്കുന്നതിനനുസരിച്ചാണ്. അതായത് ഇപ്പോൾ നേരത്തെ പ്രതിപക്ഷത്തിരുന്ന സമയത്ത് നടപ്പിലാക്കില്ല എന്ന് ആർജവത്തോടെ പറയാൻ എല്ലാവർക്കും കഴിഞ്ഞിരുന്നു. നേരത്തെ പ്രതിപക്ഷമായപ്പോൾ കഴിഞ്ഞിരുന്നു. അപ്പോൾ അത് പറ്റുന്നില്ല. ഇപ്പോഴും നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ടില്ല. എന്താണ് ഇതിലെ സാങ്കേതികത്വങ്ങൾ, എങ്ങനെയാണോ ഇത് നടപ്പാക്കാൻ അല്ലെങ്കിൽ ഈ വിഷയം പരിക്കില്ലാതെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് പഠിക്കാനാണ് ഉപസമിതിയെ വെച്ചിട്ടുള്ളത്. ആ ഉപസമിതി തീരുമാനം പ്രഖ്യാപിക്കട്ടെ. ഇതിലിപ്പോൾ സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾ വലിയ വിമർശനമായിട്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ കൂടെ ഇത് ആളുകൾക്കിടയിലൊരു സംശയം ഉണ്ടാക്കി സർക്കാരിനെതിരെ. അല്ല, മുസ്ലിം യൂത്ത് ലീഗ് എന്നുള്ള നിലക്ക് ഈ കമ്മിറ്റിയും അല്ലെങ്കിൽ ഒരു സംഘടന എന്നുള്ള നിലക്ക് നമ്മളെടുത്ത കൂടിയാലോചനകളുടെ ഭാഗമായിട്ടുള്ള പ്രതികരണമാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. എല്ലാവർക്കും അവനേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാം.